നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് മെഷറബിൾ ഫംഗ്ഷൻ്റെ സം ചെയ്യുന്നതും സ്കേലാർ മൾട്ടിപ്പിളും പ്രൊഡക്റ്റും ഒക്കെ മെഷറബിൾ ആയിരിക്കും. കോമ്പോസിഷൻ മെഷറബിൾ ആവണമെന്നില്ല എന്നുള്ള ഒരു എക്സാമ്പിൾ കൂടി നമ്മൾ യൂസ് ചെയ്തിരുന്നു. അതിനുവേണ്ടി നമ്മൾ കാൻഡല വേവ് ഫംഗ്ഷൻ എല്ലാമാണ് യൂസ് ചെയ്തത്. ഇനി നെക്സ്റ്റ് പഠിക്കുന്നത് എപ്പോഴായിരിക്കും കോമ്പോസിഷൻ ഓഫ് ടു മെഷറബിൾ ഫംഗ്ഷൻ മെഷറബിൾ ആവുക എന്നുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ അവിടെ നമുക്ക് എഫ് കോമ്പോസിഷൻ ജി എടുക്കുമ്പോൾ എഫ് എന്ന ഫംഗ്ഷൻ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓൺ ആർ, അതായത് എഫിൻ്റെ ഡൊമൈൻ റിയൽ ലൈൻ ആയിരിക്കണം, അത് കണ്ടിന്യൂസ് ആയിരിക്കണം. ജി എന്ന് പറയുന്നത് ഒരു മെഷറബിൾ സെറ്റ് ഇയിൽ നിന്ന് ആറിലേക്കുള്ള മെഷറബിൾ ഫംഗ്ഷൻ. അപ്പോൾ എഫ് കണ്ടിന്യൂസ് ആവുക, ജി മെഷറബിൾ ആവുക. അങ്ങനെയാണെങ്കിൽ എഫ് കോമ്പോസിഷൻ ജിയുടെ മെഷറബിലിറ്റി കിട്ടും. പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കുക, എഫിൻ്റെ ഡൊമൈൻ ഹോൾ റിയൽ ലൈനുമായിരിക്കാം. ഓക്കെ, അതാണ് തിയറം പറയുന്നത്. ഇഫ് ജി ഈസ് മെഷറബിൾ ഓൺ ഇ ആൻഡ് എഫ് ഈസ് മെഷറബിൾ ഓൺ ആർ, then f composition G is measurable. G is measurable function from E to R and f is a continuous function from R to R, then f composition G is a measurable function on E. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യുന്നത്. സപ്പോസ് G is measurable on E and f from R to R is continuous. We need to prove f composition G is measurable on E. Here we apply the characterization of measurability. That means the proposition 2 for proving f composition G is measurable, and for that purpose we consider an arbitrary open set O in the codomain of f composition G. Note that f composition G is a function from E to R. Consider O in the codomain, an open set. Now f composition G the whole inverse of O, അത് measurable ആണ് കിട്ടണം. But f composition G the whole inverse of O equal to what? G inverse composition f inverse of O, that is G inverse of f inverse of O. Note that f is continuous. The characterization of continuity with respect to the open set means f inverse of an open set is open. That means f inverse of O is an open set. But every open set is measurable. That means f inverse of O ഒരു V ആണെങ്കിൽ G inverse of V എന്ന് കിട്ടിയത് V ഒരു ഓൾറെഡി മെഷറബിൾ സെറ്റ് ആണ്. But G is a measurable function. Then by proposition 2, inverse of a open set is measurable with respect to a measurable function. That means G inverse of f inverse of O is measurable. That means f composition G is a measurable function. Okay, ഇനി ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രപ്പോസിഷനാണ് 7. ഇത് യൂസ് ചെയ്തിട്ടാണ് അടുത്ത രണ്ട് പ്രോബ്ലംസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ജി ഒരു മെഷറബിൾ ഫംഗ്ഷൻ ആണെന്നുണ്ട്. പ്രൂവ് ദാറ്റ് മോഡ് ജി മെഷറബിൾ ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ഈ പ്രൊപ്പോസിഷൻ യൂസ് ചെയ്യും. അതിനുവേണ്ടി നമ്മൾ കൺസിഡർ ചെയ്യണം എഫ് ഫ്രം ആർ ടു ആർ ഡിഫൈൻ ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ്. അതിൽ മോഡുലസ് ഫംഗ്ഷൻ ആണ്, കണ്ടിന്യൂസ് ആണ്, ഡൊമൈൻ ആർ ആണ്. അങ്ങനെയാണെങ്കിൽ കോമ്പോസിഷൻ ഓഫ് എഫ് കോമ്പോസിഷൻ ജി മെഷറബിൾ ആയിരിക്കും, കാരണം ഈ തിയറം പ്രകാരം. ബട്ട് വാട്ട് ഈസ് എഫ് കോമ്പോസിഷൻ ജി? എഫ് ഓഫ് ജി ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മോഡ് എക്സ് ആണെങ്കിൽ എഫ് ഓഫ് ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മോഡ് ജി ഓഫ് എക്സ്. മോഡ് ജി ഓഫ് എക്സ് മീൻസ് മോഡ് ജി ഓഫ് എക്സ് എന്ന് എഴുതാൻ പറ്റും. അത് മെഷറബിൾ ആണെന്ന് കിട്ടുന്നു തിയറം പ്രകാരം, പ്രപ്പോസിഷൻ 7 പ്രകാരം. ഇനി മോഡ് ജി റൈസ് ടു പി ഇതുപോലെ മെഷറബിൾ ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി എഫിനെ നമ്മൾ എന്തായാലും ചൂസ് ചെയ്യാൻ മതി. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് റൈസ് ടു പി എന്ന് എഴുതാൻ. അത് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓൺ ആറാണ്. അങ്ങനെയാണ് എഫ് കോമ്പോസിഷൻ ചെയ്യുന്നത് മോഡ് ജി റൈസ് ടു പി ആയിരിക്കും, അത് മെഷറബിൾ ആണ് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പ്രപ്പോസിഷൻ 8 പറയുന്നത് ഒരു ഫൈനൈറ്റ് സീക്വൻസ് തന്നിരിക്കുന്നു, ഫംഗ്ഷൻസ് f1 f2 എക്സെട്ര fk, അല്ലെങ്കിൽ f1 f2 എക്സെട്ര fn എന്ന് പറയുന്ന ഒരു n ഫംഗ്ഷൻസ് തന്നിരിക്കുന്നു. എല്ലാവരും കോമൺ ഡൊമൈനാണ് ഇ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മാക്സിമവും മിനിമവും, മാക്സിമം ഓഫ് സച്ച് ഫംഗ്ഷൻസും മിനിമം ഓഫ് സച്ച് ഫംഗ്ഷൻസും മസ്റ്റ് ബി മെഷറബിൾ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ സപ്പോസ് ചെയ്ത് f1 f2 എക്സെട്ര fn ആർ മെഷറബിൾ ഓൺ ഇ and let f is the maximum of f1 f2 etc fn and g is the maximum of minimum of f1 f2 etc fn. We need to prove both of these functions f and g are measurable on E. For that purpose we consider an arbitrary point C in R and consider the set of all x element of E such that f of x greater than C. Proposition 1 പ്രകാരം ഈ സെറ്റ് മെഷറബിൾ ആണെങ്കിൽ എഫ് മെഷറബിൾ ആണെന്ന് കിട്ടുന്നു. അപ്പോൾ അതിന് വേണ്ടി ആ സെറ്റിൽ ഒരു പോയിന്റ് എടുക്കുകയാണ്. ലെറ്റ് എക്സ് എലമെൻറ്റ് ഓഫ് സെറ്റ് ഓഫ് ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് ഈസ് എഫ് ഓഫ് എക്സ് ഗ്രെയ്റ്റർ ദാൻ സി. ദിസ് ഈസ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ പ്രകാരം എഫ് ഓഫ് എക്സ് ഗ്രെയ്റ്റർ ദാൻ സി എന്ന് കിട്ടുന്നു. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് മാക്സിമം ആണ്. ദാറ്റ് മീൻസ് മാക്സിമം ഓഫ് വൺ ഓഫ് എഫ് ടു ഓഫ് എക്സ് എക്സെട്ര എഫ് എൻ ഓഫ് എക്സ് ഗ്രെയ്റ്റർ ദാൻ സി. മാക്സിമം ഓഫ് വാല്യൂ ഗ്രെയ്റ്റർ ദാൻ സി ഒരു ഫൈനൈറ്റ് നമ്പർ ആണെങ്കിൽ അതിനർത്ഥം അതിൽ മിനിമം ഒരാളെങ്കിലും വലുതായിരിക്കും. ദാറ്റ് മീൻസ് ദർ ഈസ് വൺ ഓഫ് ദ ഫംഗ്ഷൻ എഫ് എം ഓഫ് എക്സ് ഈസ് ഗ്രെയ്റ്റർ ദാൻ സി എന്ന് കിട്ടുന്നു. അതിനർത്ഥം സെറ്റ് ഓഫ് എക്സ് ഈസ് ദ മെമ്പർ ഓഫ് സെറ്റ് ഓഫ് ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് ഈ സച്ച് ദാറ്റ് എഫ് എം ഓഫ് എക്സ് ഗ്രെയ്റ്റർ ദാൻ സി. അങ്ങനെ ഏതെല്ലാം ഫംഗ്ഷൻസ് അത് കിട്ടുന്നോ അതിലെല്ലാം ഇതിനകത്ത് വരും. ദാറ്റ് മീൻസ് ഒരാൾക്ക്
ഒരാളിൽ സെറ്റ് ഉണ്ടെങ്കിൽ ആ യൂണിയനിലും എക്സ് ഉണ്ടാവും എന്നർത്ഥം. ദാറ്റ് മീൻസ് എക്സ് ഈസ് ദ മെമ്പർ ഓഫ് യൂണിയൻ ഓവർ കെ വേരിയസ് ഫ്രം 1 to n സെറ്റ് ഓഫ് ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് ഇ സച്ച് ആറ്റ് എഫ് കെ ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ സി. കാരണം ഒരെണ്ണത്തിൽ മെമ്പർ ആണെങ്കിൽ യൂണിയനിൽ മെമ്പർ ആയിരിക്കും. Therefore, set of all x element of E such that f of x greater than c can be written as union over k varies from 1 to n set of all x element of E such that f k of x greater than c. പക്ഷേ RHS കാണുന്ന 1ൻ്റെ RHSൽ കാണുന്ന ഓരോ സെറ്റും മെഷറബിൾ ആണ്. കാരണം F1ഉം F2ഉം Fn വരെയുള്ള ഫംഗ്ഷൻസ് മെഷറബിൾ ആവുന്നുണ്ട്. ഫൈനൈറ്റ് യൂണിയൻ ഓഫ് മെഷറബിൾ സെറ്റും മെഷറബിൾ ആയിരിക്കും. ദാറ്റ് മീൻസ് RHS ഈസ് എ മെഷറബിൾ സെറ്റ്. ദാറ്റ് മീൻസ് LHS ഈസ് മെഷറബിൾ. ദെൻ ബൈ പ്രൊപ്പോസിഷൻ 1 എന്ത് പറയാം, F ഈസ് മെഷറബിൾ. ഇനി ജി മെഷറബിലിറ്റി പ്രൂവ് ചെയ്യാൻ മിനിമമാണ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ ജി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ സി എന്ന് പറഞ്ഞ അർത്ഥം മിനിമം ഗ്രേറ്റർ ദാൻ സി എന്നാണ്. മിനിമം ഗ്രേറ്റർ ദാൻ സി എന്ന് പറഞ്ഞ അർത്ഥം കഴിഞ്ഞാൽ G1ഉം G2ഉം എല്ലാവരും മിനിമം തന്നെ ഗ്രേറ്റർ ദാൻ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ചെറുത് പോലും ഗ്രേറ്റർ ദാൻ സി ആണെങ്കിൽ ഓരോരുത്തരും ഗ്രേറ്റർ ദാൻ സി ആയിരിക്കും. അതിനർത്ഥം ഇൻ്റർസെക്ഷനാണ് അവിടെ കൺസിഡർ ചെയ്യേണ്ടത് മാത്രം. ഓക്കെ, അപ്പോൾ എഫും ജിയും ഇവിടെ മെഷറബിളാണ്, നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇനി ഒരു എക്സാമ്പിൾ നോക്കാം. F1ഉം F2 തന്നിരിക്കും. F1 ഓഫ് എക്സും F2 ഓഫ് എക്സും തന്നിട്ടുണ്ട്. F1 ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ, F2 പാരാബോളിക് ഫംഗ്ഷനാണ് തന്നിട്ടുണ്ട്. മാക്സിമത്തിന് എന്ത് സംഭവിക്കും നോക്കാം. മാക്സിമം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ -∞ മുതൽ 0 വരെ മുകളിൽ നിൽക്കുന്നത് F2 ആണ്, അതായത് സ്ക്വയർ ഫംഗ്ഷനാണ്. 0 മുതൽ 1 വരെ ടോപ്പിൽ നിൽക്കുന്നത് ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ്റെ ലൈനാണ്. 1ന് ശേഷം പരാബോള തന്നെയാണ്. അപ്പോൾ മാക്സിമം എന്ന് പറയുന്നത് നെഗറ്റീവ് കേസിൽ സ്ക്വയർ ആയിരിക്കും. 0നും 1നും ഇടയിൽ ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ, 1ന് ശേഷം സ്ക്വയർ ഫംഗ്ഷൻ. അപ്പോൾ അതിൻ്റെ ഗ്രാഫാണ് രണ്ടാമത്തെ പിക്ചർ എന്ന് പറയുന്നത്. അതുപോലെ ഇതിൻ്റെ മിനിമം കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുക, തൊട്ട് മുകളിലെ പിക്ചർ നോക്കിയാൽ അറിയാം, നെഗറ്റീവ് കേസിൽ F1 ആണ്, മിനിമത്തിൻ്റെ ചെറുത് F1 ആണ്. -∞ to 0 വരേക്ക് താഴെ നിൽക്കുന്നതാണ് എടുക്കേണ്ടത്, കാരണം മിനിമം എടുക്കുന്നതുകൊണ്ട്. അപ്പോൾ F1 ആണ്. അതിനുശേഷം 0 മുതൽ 1 വരെ താഴെ നിൽക്കുന്നത് പാരാബോളിക് ഫംഗ്ഷനും, അതിനുശേഷം താഴെ നിൽക്കുന്നത് ഐഡൻറ്റിറ്റി ഫംഗ്ഷനുമാണ്. അപ്പോൾ ഗ്രാഫ് നോക്കിയാൽ മനസ്സിലാവും. ആദ്യം ഒരു ലൈൻ, ദെൻ പാരാബോളിക് ഷേപ്പ്, എഗെയിൻ ആ ലൈൻ ജോയിൻ ചെയ്ത് വരുന്നു. ഇതാണ് ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഓക്കെ, ഇനി ഒരു ഫംഗ്ഷന്, ഒരു മെഷറബിൾ ഫംഗ്ഷനാണ് ഈ തന്നിട്ടുണ്ടെങ്കിൽ അതിന് 3 പാർട്ടുകളുണ്ടാവും. പോസിറ്റീവ് പാർട്ട്, നെഗറ്റീവ് പാർട്ട്, ആബ്സല്യൂട്ട് പാർട്ട്. എന്താണ് പോസിറ്റീവ് പാർട്ട് എന്ന് നോക്കാം. F+ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. നെഗറ്റീവ് പാർട്ട് ഈസ് ഡിനോട്ടഡ് ബൈ F- ആൻഡ് ആബ്സല്യൂട്ട് പാർട്ട് ഈസ് ഡിനോട്ടഡ് ബൈ mod F. F+ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ ചെയ്യുന്നത് മാക്സിമം ഓഫ് F0. F എന്ന ഫംഗ്ഷൻ്റെയും 0 ഫംഗ്ഷൻ്റെയും മാക്സിമത്തെയാണ് നമ്മൾ F+ എന്ന് വിളിക്കുന്നത്. F- എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഓഫ് -F0 ആണ്. ഇവിടെ ഒരു എററാണ്, മിനിമം എന്ന് എഴുതിയിട്ടുണ്ട്, തെറ്റാണ്. മാക്സ് ഓഫ് -F0 ആണ്. mod F എന്ന് പറയുന്നത് മാക്സ് ഓഫ് F ആൻഡ് -F. ഓക്കെ, അപ്പോൾ നമുക്ക് F+ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഓഫ് F0, F- എന്ന് പറയുന്നത് മാക്സിമം ഓഫ് -F0 ആയിരിക്കും. mod F എന്ന് പറയുന്നത് മാക്സിമം ഓഫ് F ആൻഡ് -F. ഒരു എക്സാമ്പിൾ നോക്കാം. F of x is equal to ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ ആണെങ്കിൽ അതിൻ്റെ F+ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ 0യുടെയും Fൻ്റെയും മാക്സിമം എടുക്കുന്നത്. 0 ഫംഗ്ഷൻ പറഞ്ഞാൽ എക്സ് ആക്സിസ് തന്നെയാണ്. ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ പറയുന്നത് 45 ഡിഗ്രിയിലുള്ള ലൈനാണ്. അപ്പോൾ -∞ മുതൽ 0 വരെ മുകളിൽ നിൽക്കുന്ന ആരാന്ന് നോക്കാം. 0 ഫംഗ്ഷനാണ്. അതിന് ശേഷം മുകളിൽ നിൽക്കുന്നത് ഐഡൻറ്റിറ്റി ഫംഗ്ഷനാണ്. അപ്പോൾ ഈ F+ എന്ന് പറയുന്നത് ഇവിടെ, അതായത് നെഗറ്റീവ് ആക്സിസിൽ 0 ഫംഗ്ഷനും പോസിറ്റീവ് ആക്സിസിൽ ഐഡൻറ്റിറ്റി ഫംഗ്ഷനും. അപ്പോൾ ഷെയ്ഡഡ് പോർഷനാണ് അതിൻ്റെ F+ എന്ന് പറയുന്നത്. ഇനി F- കിട്ടണമെങ്കിൽ നമ്മൾ -F വരയ്ക്കണം. -F എന്ന് പറയുന്നത്, F എന്ന് പറയുന്ന ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ ആണെങ്കിൽ 45 ഡിഗ്രിയിലുള്ള ലൈനാണ്. ഇറ്റ്സ് എ ലൈൻ പാസിംഗ് ത്രൂ ദി ഒറിജിൻ മേക്കിംഗ് ആൻ ആംഗിൾ 45 degree with the x-axis. Then its negative part is again a line passing through the origin which makes an angle 135 degree with the x-axis ആയിരിക്കും. അതാണ് ഈ കാണുന്ന മൂന്നാമത്തെ പിക്ചറിലുള്ള ലൈൻ. അപ്പോൾ ഇവിടെ -Fൻ്റെയും 0 ഫംഗ്ഷൻ എന്ന് പറയുന്നത് x-axis തന്നെയാണ്. രണ്ടിൻ്റെയും മാക്സിമം എന്ന് പറയുന്നത് നെഗറ്റീവ് കേസിൽ -F തന്നെയാണ് മാക്സിമം, പക്ഷെ പോസിറ്റീവ് കേസിൽ 0 ആണ്. അപ്പോൾ അതിൻ്റെ പിക്ചറാണ് നാലാമത്തെ പിക്ചറായി കാണുന്നത്. ഓക്കെ, ഇനി mod F എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Fൻ്റെയും -Fൻ്റെയും മാക്സിമം. അപ്പോൾ അവിടെ നെഗറ്റീവ് കേസിൽ -Fഉം പോസിറ്റീവ് കേസിൽ Fഉം ആകുമ്പോൾ അതിൻ്റെ ഗ്രാഫ് മോഡുലസ് ഫംഗ്ഷൻ്റെ ഗ്രാഫ് തന്നെയാണ്. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് മോഡുലസ് ഫംഗ്ഷനെയും മറ്റും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക. ഇനി അടുത്ത ഒരു കാര്യം നമ്മൾ നോട്ട് ചെയ്യാൻ പോകുന്നത്, F ക്യാൻ ബി റിട്ടൺ ആസ് F+- F- എന്നും അതുപോലെ mod F എന്ന് പറയുന്നത് F++ F- ആണെന്ന് ഓർക്കുക.
ഓക്കെ, അതുപോലെ തന്നെ ഈ എഫ് പ്ലസും എഫ് മൈനസും മോഡ് എഫ് 3 പാർട്ടുകളും ആൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. ദാറ്റ് മീൻസ് ദേ ആർ നോൺ നെഗറ്റീവ് ഫങ്ഷൻസ് ആയിരിക്കും. ഓക്കെ, ഇനി ഒരു എഫ് എന്ന ഫംഗ്ഷൻ മെഷറബിൾ ആണെങ്കിൽ അതിൻ്റെ 3 പാർട്ടും മെഷറബിൾ ആയിരിക്കണം. കാരണം മാക്സിമം ഓഫ് F0, മാക്സിമം ഓഫ് മൈനസ് F0 ആൻഡ് മാക്സിമം ഓഫ് എഫ് ആൻഡ് മൈനസ് എഫ് ഇതെല്ലാം നമുക്ക് മെഷറബിളായി മാറും. അപ്പോൾ എഫ് മെഷറബിൾ ആണെങ്കിൽ പോസിറ്റീവ് പാർട്ട് ഓഫ് എഫ്, നെഗറ്റീവ് പാർട്ട് ഓഫ് എഫ് ആൻഡ് അബ്സല്യൂട്ട് പാർട്ട് ഓഫ് എഫ് ആർ മെഷറബിൾ ഫങ്ഷൻസായി മാറുന്നുണ്ട്. ഓക്കെ, ഇനി ഒരു നോട്ട് ശ്രദ്ധിക്കാം. എഫ് നോൺ നെഗറ്റീവ് ഫംഗ്ഷൻ ആണെങ്കിൽ ഗ്രാഫ് മുകളിലൂടെ 0യ്ക്ക് മുകളിൽ മാത്രമാണ് വരുന്നത്, അതായത് എക്സ് ആക്സിന് മുകളിലായിരിക്കും വരുന്നത്. അപ്പോൾ അവിടെ പോസിറ്റീവ് പാർട്ട് എഫ് ആയിരിക്കും, നെഗറ്റീവ് പാർട്ട് 0 ആയിരിക്കും. അബ്സല്യൂട്ട് പാർട്ടും പോസിറ്റീവ് പാർട്ടും സെയിം തന്നെയായിരിക്കും. ഇനി എഫ് ഒരു നെഗറ്റീവ് ഫംഗ്ഷനാണ് അല്ലെങ്കിൽ നോൺ പോസിറ്റീവ് ആണെങ്കിൽ, താഴെ എക്സ് ആക്സിന് താഴെയോ എക്സ് ആക്സിലൂടെ ആണെങ്കിൽ അതിൻ്റെ പോസിറ്റീവ് പാർട്ട് 0 ഫംഗ്ഷനും അതിൻ്റെ നെഗറ്റീവ് പാർട്ട് എന്ന് പറയുന്നത് മൈനസ് എഫ് ആയിരിക്കും. മൈനസ് എഫ് എടുക്കുമ്പോൾ അത് മുകളിലേക്കാണ് വരിക. എഫ് നെഗറ്റീവ് ആണെങ്കിൽ മൈനസ് എഫ് മുകളിലേക്കാണ് വരിക എന്ന് പ്രത്യേകം ഓർക്കുക. പിന്നെ മോഡ് എഫ് എന്ന് പറയുന്നത് മൈനസ് എഫ് നെഗറ്റീവ് പാർട്ട് തന്നെയായിരിക്കും. ഓക്കെ.